ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ബാങ്കിങ് ടെക്സ്പോർട്ടിൻ്റെ ഒരു അടിപൊളി വീഡിയോയിലേക്ക് വീണ്ടും എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു വെറൈറ്റി ഇൻഫർമേഷനാണ് ചെയ്തത്. അല്ലെങ്കിൽ നമ്മൾ ഇതിന് മുമ്പ് ചെയ്ത ഒരു വീഡിയോയുടെ ഒരു കണ്ടിന്യൂവിറ്റി എന്ന രീതിയിലാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ അതിന് മുമ്പ് ഞാൻ ഒരു ഇൻഫർമേഷൻ പറയാനുള്ളത്, നമ്മളൊരു സെക്കൻഡറി ചാനൽ തുടങ്ങിയിട്ടുണ്ട്. മുമ്പ് തുടങ്ങിയതാണ്, പിന്നെ അതിൽ വീഡിയോസൊന്നും ഇടാറില്ല. അപ്പോൾ ഇപ്പോൾ നമുക്കത് നാളെ മുതൽ അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞ് കണ്ടിന്യൂസ് ആയി ഞാൻ വീഡിയോ ഇടും. അതിൻ്റെ ഉദ്ദേശമെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു ചാനലിൽ കൂടെ എല്ലാം റിവീൽ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ലോൺ ആപ്പിനെ കുറിച്ച് പറയുന്നുണ്ട്, അല്ലെങ്കിൽ എങ്ങനെ വളരെ എളുപ്പമായ രീതിയിൽ എടുക്കാം, ഈ അഡ്രസ് പ്രൂഫ് വെച്ചാൽ മതി, അല്ലെങ്കിൽ ലോൺ ആപ്പ് വരെ എങ്ങനെ പറ്റിക്കാം. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ ആരെങ്കിലും ഇഷ്യൂസ് ആക്കി, ബാങ്കുകാരോ ആരെങ്കിലും ഇഷ്യൂസ് ആക്കിയാൽ നമുക്ക് ഈ ഒരു ചാനൽ കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ആ ഒരു ചാനൽ തുടങ്ങിയത്. 100% നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കണ്ടൻറ് ആയിരിക്കും ആ ഒരു വീഡിയോ ചാനലിൽ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ ചെയ്യുന്നത്, നമുക്ക് SBIയുടെ അല്ലെങ്കിൽ ഏതെങ്കിലും ക്രെഡിറ്റ് കാർഡ് എടുത്ത് നമുക്ക് അത് EMI ആയിട്ട് കൺവേർട്ട് ചെയ്ത് നമുക്ക് 3 വർഷമോ 4 വർഷമോ ഒക്കെ ആക്കി നമുക്ക് EMI അടയ്ക്കാം, പേഴ്സണൽ ലോൺ പോലെ തന്നെ. അപ്പോൾ അതിനു മുമ്പ് ഞാൻ പറഞ്ഞു, മിക്കുള്ള ആൾക്കാർക്കും ക്രെഡിറ്റ് കാർഡ് എന്ന് കേൾക്കുമ്പോൾ ഒരു പേടിയാണ്. കാരണം ബാങ്ക് ആകെ 45 ദിവസമേ കൊടുക്കുകയുള്ളൂ. 1 ലക്ഷം രൂപയുള്ള ഒരു ക്രെഡിറ്റ് കാർഡ്, ലിമിറ്റുള്ള ഒരു കാർഡ് കൊടുക്കുകയാണെങ്കിൽ അത് നമ്മൾ യൂസ് ചെയ്ത് ഒരു 45 ദിവസം കൊണ്ട് അടയ്ക്കുന്ന കാര്യം പാടാണ്. അപ്പോൾ ഈ 1 ലക്ഷം രൂപ നമുക്ക് EMI ആയിട്ട് കൺവേർട്ട് ചെയ്യാം. ഏകദേശം ഒരു 3000, 3 വർഷത്തേക്കാണെങ്കിൽ 3000 ആ റേഞ്ച് ആയിരിക്കും ചിലപ്പോൾ EMI ആയിട്ട് വരുന്നത്, സാധാരണ പേഴ്സണൽ എടുക്കുന്ന പോലെ. ഓക്കെ, ഇപ്പോൾ കാസർഗോഡുള്ള ഒരാൾ അല്ലെങ്കിൽ വയനാടുള്ള ഒരാൾ ക്രെഡിറ്റ് കാർഡ് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം അവരുടെ ആ ഒരു ലൊക്കേഷൻ പിൻ നമ്പർ മാപ്ഡ് അല്ല, ആക്റ്റീവ് ആയിരിക്കില്ല, ആ ഒരു സർവീസ് അവൈലബിൾ ആയിരിക്കില്ല. അപ്പോൾ അവർക്ക് എറണാകുളം അല്ലെങ്കിൽ തിരുവനന്തപുരം, കാലിക്കറ്റ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ, മെട്രോപൊളിറ്റൻ സിറ്റീസിൽ മിക്കവാറും പിൻ നമ്പറെല്ലാം ആക്റ്റീവ്സ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് ഒരു പ്രസൻറ്റ് അഡ്രസ്സ് ഉണ്ടാക്കി നമുക്ക് ക്രെഡിറ്റ് കാർഡ് എടുക്കാം. അതിന് വേണ്ട സപ്പോർട്ടെല്ലാം ഞാൻ ചെയ്തു തരാം. അതിനുവേണ്ടിയാണ് നമ്മൾ സെക്കൻഡറി ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ SBIയുടെ കാർഡ് എടുക്കുന്ന സമയത്ത് അതിന് മുമ്പ് ഞാനൊരു 4 കാർഡ് എടുത്ത കാര്യം ഞാൻ പറഞ്ഞല്ലോ, അതെല്ലാം ഈ ഒരു യെസ് ബാങ്കിൻ്റെ ഒഴിച്ച് ബാക്കിയെല്ലാം ഈ പറഞ്ഞ ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചാണ് ചെയ്തത്. പ്രസൻറ്റ് അഡ്രസ്സിൻ്റെ ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചാണ് ചെയ്തത്. അപ്പോൾ SBI കാർഡ് ഒരുവിധം ആൾക്കാരെല്ലാം മുമ്പ് നിങ്ങൾ അപ്ലൈ ചെയ്ത് കാണും. അപ്പോൾ SBI കാർഡിന് മാത്രമേ ഉള്ളൂ ഈ ഒരു വേരിഫിക്കേഷൻ വരുന്നത്. അല്ലെങ്കിൽ HDFCക്കും ആ ഒരു വേരിഫിക്കേഷനുണ്ട്. എന്ത് വേരിഫിക്കേഷനാണ്? നമുക്ക് കടയുണ്ടെങ്കിൽ, ഇപ്പോൾ എറണാകുളത്തൊരു കടയുണ്ടെങ്കിൽ, നമ്മളെ കടയല്ല, ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ സുഹൃത്തിൻ്റെ കട കാണിച്ച് നമ്മുടെ കടയെന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ വേരിഫിക്കേഷൻ വരുമ്പോൾ നിങ്ങളുടെ പേര് പറയുക, നിങ്ങൾ നടത്തുന്ന കടയെന്ന് പറയുക എന്ന രീതിയിൽ മാത്രം സംസാരിക്കുക. SBIയിലും അത് തന്നെയാണ്. പക്ഷേ നേരെ തിരിച്ച് ആക്സിസ് ബാങ്കിലൊന്നും അങ്ങനെ വേരിഫിക്കേഷൻ എനിക്ക് വന്നിട്ടില്ല. എനിക്കെന്നല്ല, നമ്മുടെ 2-3 സുഹൃത്തുക്കൾക്കാർക്കും വന്നിട്ടില്ല. നിങ്ങൾ ആക്സിസ് ബാങ്ക്, പക്ഷേ സിബിൽ വേണം കേട്ടോ. സിബിൽ പൊട്ടിത്തകർന്നിരിക്കുന്നവരൊന്നും അപ്ലൈ ചെയ്യരുത്, സിബിൽ വേണം. ആ സിബിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് അപ്ലൈ ചെയ്യാൻ പറ്റുകയുള്ളൂ. നിങ്ങൾ ഇപ്പോൾ കൊല്ലത്തു നിന്നാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഷോപ്പും അവിടെ പിൻകോഡൊക്കെ എലിജിബിലിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് തന്നെ ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കളുടെ ആരുടെയെങ്കിലും കടയുണ്ടെങ്കിൽ അവിടെ വേരിഫിക്കേഷൻ ആക്സിസ് ബാങ്കിൽ വരില്ല, മറ്റ് കാർഡ്സ് SBIയും അതുപോലെ HDFCക്ക് വേരിഫിക്കേഷൻ വരികയുള്ളൂ. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ നിങ്ങളുടെ കടയാണെന്ന് പറഞ്ഞ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക്, ഇപ്പോൾ എല്ലാവർക്കും കട കാണുമല്ലോ, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ റിലേറ്റീവ്സിനോ അവരങ്ങനെ കടയുടെ പ്രൂഫ് കാര്യങ്ങളോ ഒന്നും തന്നെ ചോദിക്കില്ല, അതൊന്ന് പറയുക. അപ്പോൾ അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നമ്മുടെ സെക്കൻഡറി ചാനലിൽ ഞാൻ ചെയ്യാം. അപ്പോൾ അത് എനിക്കെല്ലാം ഇതിൽ പറയാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചുരുക്കുന്നത്. മനസ്സിലായല്ലോ നിങ്ങൾക്ക്? പിന്നെ ഏതെല്ലാം ലോൺ ആപ്പിൽ നിന്ന് ക്യാഷ് എടുത്താൽ തിരിച്ചടയ്ക്കേണ്ട, അല്ലെങ്കിൽ നിങ്ങൾക്ക് ലോൺ ആപ്പിൽ നിന്ന് എത്ര ദിവസം തിരിച്ചടച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സിബിലിൽ അപ്ഡേറ്റ് ആകും എന്ന ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ആ ഒരു ഞാൻ പറഞ്ഞ സെക്കൻഡറി ചാനൽ, ട്രൂ വേ ഫിൻസർവ് എന്നാണ് ചാനലിൻ്റെ പേര്, അതിൽ ഞാൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് പ്രസൻറ്റ് അഡ്രസ്സിൽ വേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ ഇവിടെ ഹെൽപ്പ് ചെയ്ത് തരാം. 100% നിങ്ങളെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 100% നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം. കാരണം നിങ്ങൾ തരുന്ന ഓരോ സപ്പോർട്ടാണ് എനിക്ക് ഓരോ വീഡിയോ ചെയ്യാനുള്ള എൻ്റെ ആ ഒരു ഇൻസ്പിറേഷൻ. എന്നെ ഓരോരുത്തരും വിളിച്ച് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ലോൺ ആപ്പ്, വ്യാജ ലോൺ ആപ്പിൻ്റെ കാര്യത്തിലായാലും എന്നെ ഒരുപാട് പേര് വിളിച്ച് പറയുമ്പോൾ എനിക്ക് വളരെ സന്തോഷമാണ്. കാരണം നമ്മുടെ ഈ ഒരു ചാനലിൽ നിങ്ങളെ ചതിക്കാനായ ഒരു വീഡിയോ 100% നമ്മൾ ചെയ്യില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ആ ഒരു ഉറപ്പ് ഞാൻ നിങ്ങൾക്ക് തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളും ആ വിശ്വാസം, നിങ്ങൾ എന്നിൽ അർപ്പിച്ച ആ വിശ്വാസം തീർച്ചയായിട്ടും 100% ഞാൻ പാലിക്കുന്നതാണ്. അപ്പോൾ ഇപ്പോൾ ഈ കാസർഗോഡുള്ള നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പ്രസൻറ്റ് അഡ്രസ്സ് വേണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി. ആദ്യമേ നിങ്ങൾ പിൻ നമ്പർ തരിക, ഞാൻ ചെക്ക് ചെയ്ത് നോക്കാം. ആ ചെക്ക് ചെയ്ത് നോക്കി അവൈലബിലിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ കടകളോ കാര്യങ്ങളോ നോക്കി നിങ്ങൾക്ക് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എറണാകുളത്തൊരു പ്രസൻറ്റ് അഡ്രസ്സ് വേണമെങ്കിൽ ഞാൻ ഹെൽപ്പ് ചെയ്യാം. ഓക്കെ, നിങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ ഷോപ്പാണ്, അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തുക്കളുടെ ഏതെങ്കിലും ഷോപ്പുണ്ടല്ലോ, അവിടെ വരുമ്പോൾ നിങ്ങളുടെ ഷോപ്പാണെന്ന് പറഞ്ഞ് ഞാനത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം.
അപ്പോൾ അതിനൊരു ലിമിറ്റേഷനുണ്ട്. അതെല്ലാം ഞാൻ നമ്മുടെ സെക്കൻഡറി ചാനലിൽ ഞാൻ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങളത് ക്ലിയറായിട്ടൊന്ന് കേട്ട് മനസ്സിലാക്കി അതേപോലെ ചെയ്യുക. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ചാനലിൽ ഞാൻ ഇതിൻ്റെ ആ ഒരു നാളെ സ്റ്റാർട്ട് ചെയ്യുന്ന വീഡിയോയിൽ, അല്ലെങ്കിൽ ഇന്ന് പറ്റുമെങ്കിൽ ഇന്ന് തന്നെ ഇടാം, അതിൽ ആക്സിസ് ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡ് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, അത് എന്ത് അഡ്രസ്സാണ് കൊടുക്കേണ്ടത് എന്ന മുഴുവൻ വിവരങ്ങൾ ഞാൻ കൊടുക്കാം. ഓക്കെ, എൻ്റെ എല്ലാ പ്രിയ സബ്സ്ക്രൈബേഴ്സിനും എൻ്റെയും നമ്മുടെ ചാനലിൻ്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഒരിക്കൽ കൂടി നേരുന്നു. താങ്ക് യു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഹാവ് എ നൈസ് ഡേ.